നമുക്കിനി മറ്റൊരു ഓർമ്മ ദിനത്തിലേക്കാണ് പോകേണ്ടത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 6 വർഷം. വാക്കുകളും ആശയങ്ങളും കൊണ്ട് പോരാട്ടം നടത്തേണ്ട ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പേനയ്ക്ക് പകരം ആയുധമെടുത്താൽ എന്ത് സംഭവിക്കും എന്നതിന്റെ രക്തസാക്ഷി കൂടിയാണ് അഭിമന്യു. കേസിൽ വിചാരണ നടപടികൾ വൈകുന്നതും പോലീസ് സമർപ്പിച്ച രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതും വിവാദമായിരുന്നു. കേരളത്തിന്റെ ഇടനെഞ്ചിൽ നീറ്റിലേൽപ്പിച്ചാണ് 6 വർഷം മുമ്പ് അഭിമന്യു എന്ന വിദ്യാർത്ഥി മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ടത്. ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു അഭിമന്യു കൊലക്കേസ് പ്രതികൾ. അഭിമന്യുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എറണാകുളത്തേക്കും അഭിമന്യുവിന്റെ നാടായ വട്ടവടയിലേക്കും ഒഴുകിയെത്തിയത്. കേരളത്തിന്റെ മുഴുവൻ നോവായി മാറുകയായിരുന്നു അഭിമന്യു എന്ന ആ 20-കാരന്റെ മരണം. മഹാരാജാസിന്റെ മതിലിൽ വർഗീയത തുലയട്ടെ എന്ന അഭിമന്യു എഴുതിയ വാക്കുകൾ മഹാരാജാസ് സൂക്ഷിച്ചത് ഹൃദയത്തിലാണ്. യൗവനത്തിന്റെ തുടക്കത്തിലേക്ക് കടക്കുമ്പോഴേക്കും ജീവിതത്തിന്റെ അവസാനം കാണേണ്ടി വന്ന അഭിമന്യു നൽകിയ ഓർമ്മകൾ ഇന്നും ആവേശമാണ് മഹാരാജാസിന്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സന്ധിയില്ലാത്ത ഇത്തരത്തിലുള്ള വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നിരന്തരമായിട്ട് തുടരും. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. വർഗീയത തുലയട്ടെ എന്ന് ഇനിയും ഉറക്കെ വിളിച്ചു പറയാൻ തന്നെയാണ് മഹാരാജാസിലെ ഓരോ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അഭിമന്യുവിന്റെ കൂടെ പഠിച്ചവരും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇന്ന് മഹാരാജാസ് കോളേജിലും അഭിമന്യുവിന്റെ നാട്ടിലും വീണ്ടും ഒത്തുകൂടും. നമ്മുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടരേണ്ടത് ഇങ്ങനെയോ എന്ന ചോദ്യമാണ് ഈ ദിനം വീണ്ടും അവശേഷിപ്പിക്കുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.